ഡിസ്ലെക്സിയ. ഇത് നമ്മൾ കാണപ്പെടുന്നത് അക്ഷരങ്ങൾ തലതിരിഞ്ഞ് എഴുതുക. അതായത് 3 എന്നെഴുതിയാൽ കുട്ടി ഇവിടുന്ന് ഇങ്ങനെ എഴുതുന്ന ഒരു രീതിയിൽ വരുന്നു. അല്ലെങ്കിൽ 9 എന്ന് എഴുതുമ്പം പി എന്നായി പോകുന്നു. അല്ലെങ്കിൽ പി എന്ന് എഴുതുമ്പം ക്യൂ എന്നാവുന്നു. 6 എന്ന് എഴുതുമ്പം 9 എന്നാവുന്നു. ഇങ്ങനെ പല തരത്തിലാണ് അതുണ്ടാവുന്നത്. അപ്പം ഇത്തരം കുട്ടികൾ ആദ്യമൊക്കെ ഇത് തിരിച്ചറിയപ്പെടാതെ പോകുന്നു. നമ്മൾ ചിലപ്പോൾ വഴക്ക് പറഞ്ഞും തല്ലിയും ട്യൂഷന് വിട്ടുമൊക്കെ ഇതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ അറിയാമേലാത്ത ഒരു കോച്ചിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു റിമഡിയൽ ട്രെയിനറുടെ അടുത്താണ് കുട്ടി റിമഡിയേഷൻ അല്ല കറക്റ്റായി പോകുന്നത് എങ്കിൽ കുട്ടിക്ക് അവിടെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. ഇത് അടുത്ത ലെവലിലേക്ക് രൂപാന്തരം പ്രാപിക്കും. ഈ ചെറുതായൊരു ചലഞ്ചിനെ അത് വലുതാകാനായിട്ടുള്ള ഫോർമേഷൻസ് ബ്രെയിനിൽ ഉണ്ടാവുന്നു. അതുപോലെ മാനസികവും ശാരീരികവും വൈകാരികവുമായ മേഖലകളിൽ കുട്ടിക്ക് ബാധിക്കും.